എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനും 3 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. ആദ്യത്തെ സിനിമ ഡിസംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ അല്ലു അർജുൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ തെലുങ്കിലെ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ പുഷ്പ 2. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ ചിത്രത്തിന്റെ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 13,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 42 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 632 കോടി രൂപയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 168 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആകെ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 829 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 5-ാം ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 85 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14,30,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 100 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 900 കോടി കടന്ന് 930 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം നവംബർ മാസം 22-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബേസിൽ ജോസഫ് നസ്രിയ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ സൂക്ഷ്മദർശിനി. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ചിത്രം 18 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 23,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 23 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയും കടന്നിരിക്കുകയാണ്. അങ്ങനെ ബേസിൽ ജോസഫിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ സോളോ 50 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ സൂക്ഷ്മദർശിനി മാറിയിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് സൂക്ഷ്മദർശിനി. ആ ഒരു ബഡ്ജറ്റ് വെച്ച് ചിത്രം മികച്ച കളക്ഷനിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം നവംബർ മാസം 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ മലയാളത്തിലെ ഫാമിലി കോമഡി ഹൊറർ ജോണർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണല്ലോ ഹലോ മമ്മി. നിലവിൽ ഈ ചിത്രം 19 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,10,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ 8,50,00,000 ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വിജയ് സേതുപതി നായകനെത്തുന്ന മഹാരാജ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ചൈന ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ നിലവിൽ 10 ദിവസങ്ങൾ ചൈന ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ചിത്രം 10 ദിവസം കൊണ്ട് ചൈന ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 64 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ മഹാരാജ എന്ന സിനിമ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 175 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ചൈനയിലെ ചിത്രത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് ചിത്രം ചൈന ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിഷ്ണു വിനയന്റെ സംവിധാനത്തിൽ അർജുൻ അശോകനെ നായകനാക്കി നവംബർ മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മിസ്റ്ററി ത്രില്ലർ ജോണർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണല്ലോ ആനന്ദ് ശ്രീബാല. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സും ആമസോൺ പ്രൈമുമാണ്. ചിത്രം അടുത്ത വർഷം ജനുവരി മാസം ആദ്യ വാരത്തിൽ OTT ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ നവംബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ കൂടിയാണല്ലോ നസ്രിൻ നായകനായെത്തുന്ന അയാം കാതലൻ. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ക്രിസ്മസ് നാളുകളിൽ ഡിസംബർ മാസം 22-ാം തീയതി മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ ബോഗൈൻവില്ല എന്ന സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളാണ്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണല്ലോ ബോഗൈൻവില്ല. നിലവിൽ ഒരുപാട് സിനിമ പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13-ാം തീയതി സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഭാഷകളിലായിരിക്കും ചിത്രം OTT ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കോ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.